പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതമാണ് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഏപ്രിൽ മാസം 11 തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. സാഹചര്യത്തെയും സത്യത്തെയും തിരിച്ചറിയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാനും ഞാൻ എന്തുമാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, എല്ലാവരുടെയും ആഗ്രഹമാണ് അത്ഭുതങ്ങൾ കാണണമെന്നുള്ളത്. ജീവിതത്തിനകത്ത് ഒരു വിടുതൽ കാണുമെന്ന് ആഗ്രഹിക്കാത്ത ഒരാൾ പോലുമില്ല. പക്ഷേ സാഹചര്യങ്ങളെല്ലാം നമ്മളെ പല മേഖലയിലും തകർക്കാറുണ്ട്, അല്ലെങ്കിൽ തളർത്താറുണ്ട്. ആ മേഖലകളിൽ കർത്താവിനോട് ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ കരത്തിൽ പിടിച്ച് എഴുന്നേൽക്കുന്നവനാണ് അത്ഭുതങ്ങൾ കാണുന്നത്. ഞാനും നിങ്ങളും വായിച്ചു കേട്ട വചന പശ്ചാത്തലം എന്ന് പറയുന്നത്, മോശ തൻ്റെ സാഹചര്യത്തെ വിളിച്ചു പറയാണ്. തൻ്റെ സാഹചര്യം മുഴുവൻ ശരിയായ അനുഭവത്തിലാണ് മോശ നിൽക്കുന്നത്. തനിക്ക് ഇനി ഫറവോൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള ബലമില്ല. തൻ്റെ സാഹചര്യത്തിനകത്ത് എല്ലാം അവസാനിച്ചതുപോലെയാണ് നിൽക്കുന്നത്. മോശ ഒരു പദം കൂടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണമേ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾക്കും സാഹചര്യം മനസ്സിലായിട്ടുണ്ട്. മോശയെ തന്നെ നോക്കി മോശയുടെ കുറവുകൾ വിളിച്ചു പറയണം. മോശ നിൽക്കുന്ന സാഹചര്യമെല്ലാം ശരിയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇതേപോലെ എന്നെ കേൾക്കുന്ന ഒത്തിരി പേരുണ്ട്. സാഹചര്യത്തിൽ വഴിയടഞ്ഞു പോയവർ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത രോഗം നിങ്ങളെ തളർത്തിയിട്ടുണ്ടാകാം. സാഹചര്യം ഇനി തലമുറയ്ക്ക് വിവാഹം നടക്കത്തില്ല, തലമുറ ഉണ്ടാകാത്ത അനുഭവത്തിലൊക്കെ പലരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. സാഹചര്യമെല്ലാം ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ വിളിച്ച ദൈവത്തിൻ്റെ വലിപ്പം കാണാൻ തയ്യാറാകണം. നിങ്ങൾക്ക് വേണ്ടി ഇന്നും സർവശക്തിയുള്ള ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ മോശയോട് ദൈവം പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതിന് അവൻ, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കും എന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുൾ ചെയ്തത്. സാഹചര്യം മുഴുവൻ മുമ്പോട്ട് മോശയെ പോകാൻ കഴിയത്തില്ലെന്ന് പറയുമ്പോൾ വിളിച്ച ദൈവം മോശയോട് പറയാണ്, നീ നിന്റെ സാഹചര്യം ശരിയാകുമെന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു, നിന്നെ എവിടെ എത്തിക്കണമോ അവിടെ ഞാൻ എത്തിച്ചിരിക്കും. നിന്റെ കൂടെ ഞാൻ വരും. നിന്നെ ഇന്ന് ഞാൻ വിളിച്ച ഈ മലയിൽ നീ അവരുമായി തിരിച്ചു മടങ്ങി വരുമ്പോൾ ഈ പർവ്വതത്തിൽ എന്നെ ആരാധിക്കുമെന്നുള്ളത് നിനക്കൊരടയാളമായിരിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പറഞ്ഞാട്ടെ, എൻ്റെ സാഹചര്യം മുഴുവൻ എതിരാണെങ്കിലും
ഈ വചനമെന്ന സത്യം. ഹല്ലേലൂയ. നിങ്ങൾ സത്യത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? യേശു പറഞ്ഞു, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും. നിങ്ങളെ വിളിച്ചു എന്നും യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തു എന്നും ഉറപ്പുള്ളവരോട് ഒരുമിച്ച് എന്നോട് പറഞ്ഞാട്ടെ, ഞാൻ രോഗിയായി തീരത്തില്ല, എൻ്റെ വഴി അടഞ്ഞു അല്ലെങ്കിൽ കടബാധ്യതയിൽ ഞാൻ അവസാനിക്കത്തില്ല. കാരണം വിലയുള്ള രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടവനാണ്. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തിൻ്റെ അവകാശിയാണ്. പുത്രൻ്റെ അവകാശിയായി നിൽക്കുന്ന ഞാൻ ഒരിക്കലും രോഗിയായോ ഒരിക്കലും തളർന്നോ സാഹചര്യം എന്നോട് പറയുന്ന ആ ശരിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കേട്ട മുഴുവൻ വാഗ്ദത്തങ്ങളും യേശുവിൽ നിവർത്തീകരിക്കപ്പെടും. കാരണം എന്നെ വിളിച്ച ദൈവം വലിയവനാണ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ നോക്കിയ സാഹചര്യം ഇതാ ദാനിയേൽ സിംഹക്കുഴിയിൽ വീഴുകയാണ്. സിംഹക്കുഴിയിൽ വീണ ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷെ സത്യം പറയുന്നു, ആശ്രയിക്കുന്നവനെ ദൈവം സിംഹക്കുഴിയിലും വിടുവിക്കും. അഗ്നിജാലയിൽ വീണവരെല്ലാം തകർന്ന് നശിച്ചു പോകും. എന്നാൽ വിശ്വസിക്കുക, സത്യം വിളിച്ചു പറയുന്നു, എന്നാൽ സത്യവചനം വിളിച്ചു പറയുന്നു, നാലാമനായി ഇറങ്ങി വരുന്ന ദൈവം ആ അഗ്നിയിൽ നിന്നെ കാക്കും, അഗ്നിയിൽ നിന്നെ വിടുവിക്കും. സാഹചര്യം നോക്കി പച്ചവെള്ളം ഒരിക്കലും വീഞ്ഞിനെ കൊണ്ടുവരത്തില്ല. എന്നാൽ സത്യവചനം വിളിച്ചു പറയുന്നു, അവൻ്റെ വാക്കിനാൽ പച്ചവെള്ളം വീഞ്ഞായി തീർന്നു. സാഹചര്യം ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ അധ്വാനിച്ചിട്ടും പടക് ശൂന്യമാണ്. എന്നാൽ അതേ പടകിൽ അതേ കടലിൽ സത്യം വിളിച്ചു പറയുന്നു, സൃഷ്ടിതാവ് നിന്റെ പടകിനെ നിറയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ വചനത്തിനകത്ത് ഞാൻ ആശ്രയിക്കുന്നു, എൻ്റെ സൗഖ്യത്തിനകത്ത് ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്, എനിക്ക് വേണ്ടി വഴികൾ തുറക്കും. എൻ്റെ കർത്താവിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റാട്ടെ. കർത്താവിൻ്റെ വലിയ കരം നിങ്ങളെ തൊടും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ സത്യവചനത്തിൽ സത്യദൈവത്തിൽ വിശ്വസിക്കുന്നു. അവൻ ഞങ്ങളെ നടത്തുവാൻ ശക്തനാണ്, ഞങ്ങളെ വിടുവിക്കും നിശ്ചയം. കർത്താവേ, അങ്ങയുടെ കരം ഇവർക്ക് വേണ്ടി ഇന്നൊരു അത്ഭുതം ചെയ്തതിനായി നന്ദി. സാഹചര്യങ്ങളെ വെല്ലുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് അത്ഭുതത്തെ കൊണ്ടുവന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങൾ കടന്നു വരണമേ. സൂം ഐഡിക്ക് വേണ്ടി പ്രാർത്ഥന വിഷയത്തിന് വേണ്ടി വേഗത്തിലേക്ക് കാണുന്ന നമ്പറിൽ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.